അങ്ങനെ ദാ ഓണമൊക്കെ ഇങ്ങ് എത്തി. അപ്പോൾ എനിക്കൊരു ഓണഷൂട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുട്ടി മേക്കപ്പ് ഒക്കെ ആവാമല്ലേ. അപ്പോൾ ഞാൻ കണ്ണനോടൊന്ന് ചോദിച്ചിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് ഓർത്തു. സിമ്പിൾ മേക്കപ്പ് വേണോ ഗോൾഡൻ ഗ്ലോ വേണോ എന്നുള്ളത്. അപ്പോൾ ആൾ സെലക്ട് ചെയ്തത് ഗോൾഡൻ ഗ്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതെങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കാം. ഈ ഒരു ഗോൾഡൻ ഗ്ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും. ഷിയ ബട്ടറും ഹൈഡ്രോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ഡേ ഹൈഡ്രേഷനും കിട്ടും. ഞാൻ ഈ കാണുന്നത് പോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫേസ് ഇതാ നല്ല ഗ്ലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസസ് കാനഡയുടെ തന്നെ 3-in-1 ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഫൗണ്ടേഷൻ ആയിട്ടും സൺസ്ക്രീൻ ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ബിൽഡബിൾ കവറേജ് തരും. അതുപോലെ തന്നെ 24 hours ഹൈഡ്രേഷനും തരും. സ്ട്രോപ്പ് ക്രീമും ഫൗണ്ടേഷനൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസിലെ ഗ്ലോ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അല്ലേ. ഇനി ഫൈനൽ ലുക്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഫേസസ് കാനഡയുടെ തന്നെ കംഫി വൗ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കൊക്കോവ ക്രഷ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലൈറ്റ് വെയ്റ്റും കംഫർട്ടബിളും ആണ്. ഇത് തന്നെയാണ് ഞാൻ പിന്നെ ഐ ഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രോപ്പ് ക്രീം കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഫ്ലിപ്കാർട്ട്, ആമസോൺ, പർപ്പിൾ, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലെല്ലാം പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം.